നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. ഐറിഷ് റെയിലിനെതിരായ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നു. ഐറിഷ് റെയിലിനെതിരായ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ എണ്ണത്തിൽ വർധനവ്. ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെ ഐറിഷ് റെയിലിന് നേരെയുള്ള 771 ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അയർലൻഡിൽ ഭവനരഹിതരുടെ എണ്ണം വീണ്ടും കൂടി. അയർലൻഡിൽ ഭവനരഹിതരുടെ എണ്ണത്തിൽ വീണ്ടും വർധന. ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 16,353 പേരാണ് അടിയന്തര താമസ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നത്. ക്രിമിനൽ ഗ്രൂപ്പുകളുടെ വീടുകൾ വിറ്റ് CAB. ക്രിമിനൽ ഗ്രൂപ്പുകളുടെ വീടുകൾ വിൽപ്പന നടത്തി ക്രിമിനൽ അസറ്റ്സ് ബ്യൂറോ. ലിമറിക്, ലോങ്ഫോർഡ് എന്നിവിടങ്ങൾ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ക്രിമിനൽ സംഘങ്ങളുടെ വീടുകളാണ് വിറ്റത്. പ്രൈറ്റേഴ്സ് അയർലൻഡിന്റെ പരിപാടി ആസ്വദിച്ച് 2 മില്യണിലധികം ആളുകൾ. ആഴ്ചകളായി സംപ്രേഷണം ചെയ്തിരുന്ന പരിപാടി 2.1 മില്യൺ ആളുകൾ കണ്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 3 വർഷത്തിനിടെ സർക്കാർ മുൻപാകെ ലൈസൻസ് സമർപ്പിക്കാത്തത് കോടതി അയോഗ്യരാക്കപ്പെട്ട 23,000 ഡ്രൈവർമാർ. എന്നാൽ ഇവരിൽ ഒരാൾക്കെതിരെ മാത്രമാണ് നടപടി സ്വീകരിച്ചത്. 1935 പേർ മാത്രമാണ് 3 വർഷത്തിനിടെ ലൈസൻസ് സമർപ്പിച്ചത്. ഫിയന്ന ഫെയിൽ ഉപദേഷ്ടാവും മുൻ ജൂനിയർ മന്ത്രിയുമായ മാർട്ടിൻ മാൻസർക്ക് അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ഇസ്രായേൽ മന്ത്രിമാരെ അയർലൻഡിലേക്ക് കടക്കാൻ അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി മീഹോൾ മാർട്ടിൻ. അയർലൻഡിന് സമാനമായ രീതിയിൽ മറ്റു രാജ്യങ്ങളും നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറക്കുമതി ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്കുള്ള 100% തീരുവ യൂറോപ്യൻ യൂണിയന് ബാധകമാകില്ലെന്ന് വൈറ്റ് ഹൌസ്. അയർലൻഡ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് 15% മാത്രമായിരിക്കും താരിഫ്. റോയൽ കനാൽ ഗ്രീൻവേ 3ാം ഘട്ടം ഉദ്ഘാടനം. റോയൽ കനാൽ ഗ്രീൻവേയുടെ 3ാം ഘട്ടം ഉദ്ഘാടനം ചെയ്ത് ഡബ്ലിൻ സിറ്റി കൌൺസിൽ. നോർത്ത് സ്ട്രാൻഡ് മുതൽ ഫിപ്സ്ബറ വരെ നീളുന്ന 2.1 കിലോമീറ്റർ പാതയാണ് പദ്ധതിയുടെ 3ാം ഘട്ടത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. കടലിൽ വീണ മത്സ്യത്തൊഴിലാളികളെ രക്ഷിച്ചു. വെസ്റ്റ് ഡണഗലിൽ ബോട്ട് മറിഞ്ഞ് കടലിലാകപ്പെട്ട 4 മത്സ്യത്തൊഴിലാളികളെ രക്ഷിച്ചു. റെസ്ക്യൂ 118 ഹെലികോപ്റ്റർ, ബൺബാക്ക് കോസ്റ്റ് ഗാർഡ് യൂണിറ്റ്, അരാൻമോർ ലൈഫ് ബോട്ട് എന്നിവ സംയുക്തമായിട്ടായിരുന്നു രക്ഷാപ്രവർത്തനം. UN-ൽ ഇന്ത്യക്കെതിരെ പാക് പ്രധാനമന്ത്രി. സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ നടപടിയെ UN-ൽ വിമർശിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. കരാർ ഏകപക്ഷീയമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം കരാറിലെ വ്യവസ്ഥകളുടെയും രാജ്യാന്തര നിയമങ്ങളുടെയും ലംഘനമാണെന്നും ഷഹബാസ്. പാലസ്തീൻ അനുകൂല പ്രകടനത്തിനിടെ നടത്തിയ പ്രകോപനപരമായ നടപടികളുടെ പേരിൽ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയുടെ വിസ റദ്ദാക്കുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. കാശ്മീരിനെയും സിന്ധു നദീജല ഉടമ്പടിയെയും കുറിച്ചുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ. പാകിസ്ഥാൻ തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കുകയും അസംബന്ധ നാടകങ്ങൾ നടത്തുകയുമാണെന്ന് ഇന്ത്യൻ നയതന്ത്രജ്ഞ പെറ്റൽ ഗഹ്ലോട്ട്. എന്തു പ്രതിഷേധം വന്നാലും നേരിട്ട് കൊള്ളാമെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ഫ്ലക്സുകളൊക്കെ വരട്ടെ, തനിക്ക് കുറച്ച് പബ്ലിസിറ്റി കിട്ടുമല്ലോ. നിലപാട് വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും സുകുമാരൻ നായർ പ്രതികരിച്ചു. സംസ്ഥാനത്തെ വനം റേഞ്ച് ഓഫീസുകളിൽ വൻ ക്രമക്കേടുകൾ നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് വിജിലൻസ് മിന്നൽ പരിശോധന ആരംഭിച്ചു. ഓപ്പറേഷൻ വനരക്ഷ എന്ന പേരിലാണ് വിജിലൻസ് സംഘം ഇന്ന് രാവിലെ 11 മണി മുതൽ സംസ്ഥാനത്തുടനീളമുള്ള വനം വകുപ്പ് ഓഫീസുകളിൽ പരിശോധന നടത്തുന്നത്. പാകിസ്ഥാനെതിരായ ഏഷ്യ കപ്പ് ഫൈനലിന് തയ്യാറെടുക്കുന്ന ഇന്ത്യക്ക് ആശങ്കയായി ഓപ്പണർ അഭിഷേക് ശർമ്മയുടെയും ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയുടെയും പരിക്ക്. ശ്രീലങ്കയ്ക്കെതിരായ അവസാന സൂപ്പർ 4 മത്സരത്തിനിടെയാണ് ഇരുവർക്കും പരിക്കേറ്റത്. തിരുവനന്തപുരം കൊമ്പൻസ് 2ാം സീസണിനായി ഒരുങ്ങുന്നു. തിരുവനന്തപുരം കൊമ്പൻസ് കേരള സൂപ്പർ ലീഗിന്റെ 2ാം സീസണിനായി ഒരുങ്ങുന്നു. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഒക്ടോബർ ആദ്യവാരം സൂപ്പർ ലീഗിൽ കൊമ്പൻസിന്റെ മത്സരങ്ങൾക്ക് തുടക്കമാകും. കേരളത്തിൽ അതിശക്തമായ മഴ തുടരും. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. കേരളത്തിൽ അടുത്ത 5 ദിവസം അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ അയർലൻഡിൽ ശക്തമായ മഴ, പ്രളയ മുന്നറിയിപ്പ്. വടക്കൻ അയർലൻഡിൽ ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിച്ച് മെറ്റേറാൻ. മേഖലയിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്നും മെറ്റേറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.